അധ്യക്ഷൻ ശ്രീ കെ ജയപ്രകാശ്, സഖാവ് എം വി ജയരാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലുടനീളം എല്ലാ മണ്ഡലങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിലുള്ള സമരം നടന്ന് വരികയാണ്. കണ്ണൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. സമരത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കാനും ഉണ്ട്. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണോ എന്ന ചോദ്യമാണ് കേരളീയർ ഉന്നയിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഈ സമരമെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന ചോദ്യം കേരളത്തിലെ ഓരോ മലയാളി, ഓരോ കേരളീയനും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നില ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ അത് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയമായിട്ടല്ല, കേരളീയരായ ഓരോരുത്തരും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടില്ലെങ്കിലും അവർ ഈ കേരളത്തിൻ്റെ ഭാഗമാണോ ഇന്ത്യ, ഇന്ത്യയും കേരളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഒരു കാര്യം ഉന്നയിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേരളീയരെ ഒന്നിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സ്ലോഗനായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നമുക്കറിയാലോ, അതിന് കുറേ കാലത്തെ ഒരു സ്ഥിരതയുള്ള തുടർച്ചയുണ്ട്. കേരളം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും എന്തുകൊണ്ട് കേരളം പോലെ ആവുന്നില്ല എന്നുള്ളതും വളരെ കേരളമന്ത്രിയെപ്പറ്റി പറഞ്ഞില്ല, അവരെല്ലാം പഠിക്കേണ്ട കാര്യം അതാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ കേരളത്തെ പോലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി മാതൃകാപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞ ഈ കൽപ്പ്, ഈ ശക്തി, ഈ പ്രത്യേകത എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലില്ല? ഇതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. നമ്മളിനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് നമ്മൾ മൂന്നാം LDF ഗവൺമെൻറ്റിലേക്ക് പോകുമെന്ന കാഴ്ചപ്പാടോടെ ജനങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും, സെൻട്രൽ ഗവൺമെൻറ് നമുക്കൊന്നും തരുന്നില്ല, നമുക്ക് തരേണ്ടുന്ന കൃത്യമായിട്ടുള്ള അധികാര അവകാശത്തിൽപ്പെട്ട, ഇവിടെ പറഞ്ഞില്ലേ, ഭരണഘടനാപരമായിട്ട് തരേണ്ടുന്ന ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ഒന്നും നമുക്ക് തരുന്നില്ല. അങ്ങനെ തരാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് കേരളം മുന്നോട്ടേക്ക് പോവുക? അതിന് കൃത്യമായ മറുപടി നമുക്കുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കേരളം നേടണം. രണ്ടാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതാ നമ്മൾ ശ്രമിച്ചത്. ഒന്നാം ഗവൺമെൻറ് വന്നപ്പോൾ തരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയിലെ ഒരേ ഒരു ബദൽ ഗവൺമെൻറ്റാണ്, ഒരേ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് BJP കൂടിയാണ്. BJP തീർച്ചയായിട്ടും നമുക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും തരില്ല, നമുക്ക് കിട്ടേണ്ടത് തരില്ല.
അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു പുതിയ മാർഗം സ്വീകരിച്ചത്. നമ്മളിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയല്ലേ വേണ്ട, ഒന്നിച്ചു പഠിക്കണം. എന്താ ചെയ്തേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താ ചെയ്തതെന്ന്? എങ്ങനെയാണ് കേരളം അതിൽ നിന്ന് അഭിമുഖീകരിച്ച് മുമ്പോട്ടേക്ക് പോയത്? നമ്മളെല്ലാം LDF പ്രവർത്തകരല്ലേ? എങ്ങനെയാ? കിഫ്ബിയാണ് 90,000 കോടി റുപ്യ, 90,000 കോടി റുപ്യയാണ് പ്ലാൻ ഫണ്ടിൻ്റെ പുറത്ത് കിഫ്ബി വഴി നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ആശുപത്രികൾ ഉൾപ്പെടെ ലോകോത്തരമായ രീതിയിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചത്.